നമ്മുടെ ലൈഫ് മറ്റാർക്കും വേണ്ടിയിട്ടും ജീവിക്കാതിരിക്കുക. നമ്മളെ ലൈഫ് നമുക്കുള്ളതാടോ. നമ്മളെ പഠിച്ചോ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ലൈഫ്. ആരുടെയും അടിമയായി ജീവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനോ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മുടെ ഇഷ്ടം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം എന്താണോ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് പോവുക. ഒന്നിനും ഒരു കേട് പറ്റാതെ, ഒരു മുള്ളിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ആൾക്കും ഒരു ഉപദ്രവമില്ലാതെ നമ്മളൊരു സൈഡിലോട്ട് പോവുക. ചിലപ്പോൾ ചില ആൾക്കാർ നമ്മളെന്ത് ചെയ്യും, പിച്ചി മാന്തി എന്നൊക്കെ നിൽക്കും. അപ്പം നമ്മളെന്ത് ചെയ്യുക, തിരിച്ച് അതേപോലെ ചെയ്യാൻ നിൽക്കേണ്ട, വായ്പൂട്ടി ഇരിക്കേണ്ട കേട്ടോ. ചിലത് നമ്മളിങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനം, അത് വിചാരിച്ച് മിണ്ടാതിരുന്നാൽ നമ്മളെ തലക്കേടി നിറങ്ങും. അപ്പം നമ്മൾ മിണ്ടാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, പറയേണ്ട സമയത്ത് നമ്മൾ വായ തുറന്ന് തന്നെ ചില കാര്യങ്ങൾ വായ തുറന്നിട്ട് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ വായ തുറന്ന് വേണം എന്ന് പറയാം. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാം. ഈ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയാത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ചിലതൊക്കെ സംഭവിച്ചു പോകുന്നത്. വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു പോകുന്നത് ഒക്കെ നമ്മളുടെ പ്രശ്നം കൊണ്ടാണ്. നമുക്ക് അധിക പ്രശ്നങ്ങളും നമുക്ക് മറക്കാൻ പറ്റാത്ത അധിക ഓർമ്മകൾ ഉണ്ടാകുന്നത് നമ്മുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ സിറ്റുവേഷൻസൊക്കെ കടന്നു പോകുന്ന സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മളെന്ത് ചെയ്യുക, ആ ടൈമിൽ ഒരു വട്ടമല്ല ചിന്തിക്കേണ്ടത്, ഒരു 100 വട്ടമെങ്കിലും ചിന്തിച്ച് വെക്കണം. പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണോ, അല്ലെങ്കിൽ എനിക്ക് ഉപകാരമാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്കും അത് ഉപകാരമാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് ഉപദ്രവം അതിൽ വരുന്നുണ്ടോ എന്നുള്ളത്. സോ നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ കാര്യം മാത്രമല്ല നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളോട് നമ്മൾ നോക്കുക. ലൈഫൊക്കെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, ആരെക്കൊണ്ടും വെറുപ്പിക്കാണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ജീവിക്കാം. സോ ബി കെയർഫുൾ. പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.